Hi, welcome to Analysis by NRD. Today we will discuss about the topic IGNO, MA Psychology, Personality Theories and Assessment, Block 2, Unit 2, Social Cognitive Theory of Personality. ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൽബർട്ട് ബന്ദൂര സോഷ്യൽ ലേണിംഗ് തിയറി. അദ്ദേഹത്തിൻ്റെ തിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബന്ദൂര സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിമൈസ് ദാറ്റ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ലാർജ്ലി അക്വയർഡ് ആൻഡ് ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ആർ സഫിഷ്യൻറ്റ് ടു അക്കൗണ്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബിഹേവിയർ. So but the earlier learning theorists were unable to pay sufficient attention about the social context in which the behavior is taking place. ഇതിനകത്ത് പറയുന്നത് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ബേസ് ചെയ്യുന്നത് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ബിഹേവിയറിനെയാണ് അദ്ദേഹം ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗിൽ സഫീഷ്യൻ്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് ബിഹേവിയറിനെ കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പക്ഷേ മറ്റുള്ള തിയറിസ്റ്റുകളൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിനെ കൂടുതലായിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ബന്ദൂര ഹാസ് ഡൺ എ ഗ്രേറ്റ് ഐഡിയൽ വർക്ക് ആൻഡ് സോഷ്യൽ ലേണിംഗ് ത്രൂ ഔട്ട് ഹിസ് കരിയർ. സോ ബന്ദൂര സോഷ്യൽ ലേണിങ്ങിനെ ത്രൂ ഔട്ട് കരിയറിൽ അദ്ദേഹം വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. സോ സോഷ്യൽ ലേണിംഗ് തിയറിനെ പിന്നീട് അദ്ദേഹം നെയിം ചെയ്തത് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തിയറിയും ഒന്നാണ്, സോഷ്യൽ ലേണിംഗ് തിയറി എന്നോ അല്ലെങ്കിൽ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്നോ അതിനെ പറയാം. സോ ബന്ദൂര ഈസ് സീൻ ബൈ മെനി ആസ് എ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് ഫോക്കസ് ഓൺ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആൻഡ് സെൽഫ് റെഗുലേറ്ററി മെക്കാനിസംസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് to a person's behavior. സോ ബന്ദൂര ഒരുപാട് സൈക്കോളജിസ്റ്റുകളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എപ്പോഴും മോട്ടിവേഷണൽ ഫാക്ടേഴ്സിലായിരുന്നു, അതുപോലെ സെൽഫ് റെഗുലേറ്ററി മെക്കാനിസംസിലും ആയിരുന്നു. അതൊരു പേഴ്സൻ്റെ ബിഹേവിയറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മെക്കാനിസംസിലായിരുന്നു. സോ റാദർ ദാൻ ജസ്റ്റ് എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. കൂടുതൽ സൈക്കോളജിസ്റ്റുകളും എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിനകത്ത് ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പേഴ്സൻ്റെ ബിഹേവിയറിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിലല്ല. സോ ദിസ് ഫോക്കസ് ഓൺ കോഗ്നിഷൻ ഈസ് വാട്ട് ഡിഫറൻഷിയേറ്റ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഫ്രം സ്കിന്നേഴ്സ് പ്യൂർലി ബിഹേവിയറിസ്റ്റിക് വ്യൂ പോയിന്റ്. സ്കിന്നർ ഫോക്കസ് ചെയ്യുന്നത് ബിഹേവിയറിസ്റ്റിക് വ്യൂ പോയിന്റിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ദൂര ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ കോഗ്നിഷനിലാണ്. ഓക്കെ, ബന്ദൂരയുടെ തിയറി സോഷ്യൽ ലേണിങ്ങിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 3 ഹെഡിങ്സിലാണ് നമ്മളതിനെ പ്രതിപാദിക്കുന്നത്. റെസിപ്രോക്കൽ ഡിറ്റർമിനിസം, സെൽഫ് സിസ്റ്റം ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്. എന്താണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്നുള്ളത് നോക്കാം. സോ ഹ്യൂമൻ ബിഹേവിയറിനെ സാധാരണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വൺ സൈഡ് ഡിറ്റർമിനിസം വെച്ചിട്ടാണ്. പക്ഷേ ചില മോഡ്സ് ഓഫ് യൂണി ഡയറക്ഷണൽ കോസേഷൻസ് ബിഹേവിയറിനെ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്, അതിനെ ഷേപ്പ് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്പോസിഷൻസോ ആണ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഫേവർ ചെയ്യുന്നത് മോഡൽ ഓഫ് കോസേഷൻ ഇൻവോൾവിംഗ് ട്രയാഡിക് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം ആണ്. അതായത് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി പറയുന്നത് പ്രധാനമായിട്ടും ട്രയാഡിക് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം വെച്ചിട്ടാണ് ഇതിനെ പ്രതിപാദിക്കുന്നത്. ഈ ഒരു മോഡൽ ഓഫ് റെസിപ്രോക്കൽ കോസേഷനിൽ പറയുന്നത് ബിഹേവിയർ, കോഗ്നിഷൻ ആൻഡ് അതർ പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസുകളും. സോ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ററാക്ഷൻ ഡിറ്റർമിനൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ ബൈ ഡിറക്ഷണലി. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, അതായത് ഡിറക്ഷണലി, ബൈ ഡിറക്ഷണലി ആണ് എന്ത് ചെയ്യുന്നത്, റെസിപ്രോക്കൽ ഇൻറ്ററാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. സോ റെസിപ്രോക്കൽ കോസേഷൻ ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻഫ്ലുവൻസസ് ആർ ഈക്വൽ സ്ട്രെങ്ത്. ഇതിലുള്ള ഓരോ ഫാക്ടേഴ്സിനും ഈക്വൽ സ്ട്രെങ്ത് ആണ് എന്നുള്ളതല്ല ഇതിനകത്ത് പറയുന്നത്. ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആണുള്ളത്. ഓക്കെ, ചിലത് ചിലപ്പോൾ സ്ട്രോങ്ങർ ആയിരിക്കാം, ചിലത് വീക്ക് ആയിരിക്കാം. സോ നോട്ട് ഡു ദാറ്റ് റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസസ് ഓൾ ഓക്കർ സൈമൾട്ടേനിയസ്ലി. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വ്യക്തികളിലേക്കും മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്ട്രെങ്ത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും, വേരിയേഷൻസ് ഉണ്ടായിരിക്കും. സോ ഇറ്റ് ടേക്സ് ടൈം കോഷ്യൽ ഫാക്ടേഴ്സ് ടു എക്സേർട്ട് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ആൻഡ് ആക്ടിവേറ്റ് റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിക്കകത്ത് ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിഹേവിയറിനെയാണ്, അതുപോലെ പി റെപ്രസെൻറ്റ് ചെയ്യുന്നത് പേഴ്സണൽ ഫാക്ടേഴ്സിനെയാണ് ഇൻ ദ ഫോം ഓഫ് കോഗ്നിറ്റീവ്, എഫക്റ്റീവ് ആൻഡ് ബയോളജിക്കൽ ഇവൻറ്റ്സ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ്, ലേണിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ബയോളജിക്കൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കലി ഉള്ള കാര്യങ്ങളാണ്. സോ ഈ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആണ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഇ ആണ്, അതുപോലെ പേഴ്സണൽ ഫാക്ടേഴ്സ് പി ആണ്, അതുപോലെ ബിഹേവിയർ ആണ് എന്ത്, ബി. ഇത് റെസിപ്രോക്കലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ഷൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഓരോ ഇൻറ്ററാക്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. പി ബി ഓഫ് റെസിപ്രോക്കൽ കോസേഷൻ റിഫ്ലെക്ട്സ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ തോട്ട്, എഫക്റ്റ് ആൻഡ് ആക്ഷൻ. ഇതിലുള്ള പിയും ബിയും എന്താണ്, റെസിപ്രോക്കൽ കോസേഷൻ റിഫ്ലക്ട് ചെയ്യുന്ന എന്താണ്. സോ പി ബി റിഫ്ലക്ട് ചെയ്യുന്നത് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ തോട്ട്, എഫക്റ്റ് ആൻഡ് ആക്ഷൻ ആണ്. തോട്ടും എഫക്റ്റും ആക്ഷനും ആണ് പി ബി എന്ത് ചെയ്യുന്നത്, കോസേഷൻ ചെയ്യുന്നത്.
അതിൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, ബിലീഫ്സ് ഉണ്ടാവും, സെൽഫ് പെർസെപ്ഷൻസ് ഉണ്ടാവും, ഗോൾസ് ഉണ്ടാവും, ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. അതൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്, ഒരു ഡിറക്ഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ ബിഹേവിയറിന്. അതാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് PB എന്ന് പറയുന്ന റെസിപ്രോക്കൽ കോസേഷനിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് EP സെഗ്മെന്റ് ഓഫ് റെസിപ്രോക്കൽ കോസേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ ഇന്ററാക്റ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ്. നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസുമാണ് എന്ത് ചെയ്യുന്നത്, EP. ഇതിനകത്തുള്ള E എന്താണ് റിപ്രസെന്റ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. P എന്താണ് റിപ്രസെന്റ് ചെയ്യുന്നത്, പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ്. സോ EP എന്ന് പറഞ്ഞ സെഗ്മെന്റ് റെസിപ്രോക്കൽ കോസേഷനിൽ കൺസേൺ ചെയ്യുന്നത് ഇന്ററാക്റ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ദ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസും ആണ്. സോ ഇതിനകത്ത് വരുന്നത് ഹ്യൂമൻ എക്സ്പെക്ടേഷൻസ്, അതുപോലെ ബിലീഫ്സ്, അതുപോലെ ഇമോഷണൽ ബെൻസ്, അതുപോലെ കോഗ്നിറ്റീവ് കോമ്പീറ്റൻസീസ്, ഇതെല്ലാമാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അത് മോഡിഫൈ ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ ഇൻഫ്ലുവൻസുകളെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് EP എന്ന് പറഞ്ഞ സെഗ്മെന്റ് റെസിപ്രോക്കൽ കോസേഷനിൽ വരുന്നത്. ഇനി എന്താണ് BE സെഗ്മെന്റ് ഓഫ് റെസിപ്രോക്കൽ കോസേഷൻ എന്ന് നോക്കാം. ഇത് ട്രയാഡിക് സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നു. രണ്ട് വേ ഓഫ് ഇൻഫ്ലുവൻസ് ആണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ബിഹേവിയറും അതുപോലെ എൻവയോൺമെന്റും തമ്മിലുള്ള രണ്ട് വേ ഓഫ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്ത്, BE സെഗ്മെന്റ്. So behavioral alters environmental conditions and is in turn altered by the very conditions it creates. So because of the bidirectionality of the influence between behavior and environmental circumstances, people are both products and producers of their environment. So ഈ ഒരു bidirectionality of the influence, അതായത് bidirection എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിറക്ഷൻ ഉണ്ടായിരിക്കും ബിഹേവിയറിനും അതുപോലെ എൻവയോൺമെന്റൽ സർക്കംസ്റ്റൻസിനും. സോ അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും അവരുടെ എല്ലാ പ്രോഡക്ട്സും ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കാം അവരുടെ എൻവയോൺമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആയിരിക്കാം അവരുടെ എൻവയോൺമെൻറ്റിൻ്റെ. സോ അങ്ങനെയുള്ള രണ്ട് രീതിയിലും വരാം എന്നുള്ളതാണ്. സോ ദേ എഫക്ട് ദ നാച്ചർ ഓഫ് ദിയർ എക്സ്പീരിയൻസ്ഡ് എൻവയോൺമെൻറ്റ് ത്രൂ സെലക്ഷൻ ഓഫ് ദ ക്രിയേഷൻ ഓഫ് സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ ഡിറ്റർമിനൻസ് വരിക. ഓക്കെ, സോ ദിസ് എ കംപ്ലീറ്റ് അനാലിസിസ് ഓഫ് ബിഹേവിയർ ഫ്രം റെസിപ്രോക്കൽ ഡിറ്റർമിനിസം റിക്വയർസ് കൺസിഡറേഷൻ ഓഫ് ഓൾ ദ 3 സെറ്റ്സ് ഓഫ് ബിഹേവിയർ. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീഷൻ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ് അനാലിസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം റിക്വയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു 3 സെറ്റ് ഓഫ് ബിഹേവിയറിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. കോഗ്നിറ്റീവ് ആയാലും ബിഹേവിയറൽ ആയാലും അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനും കൂടി ഒരുമിച്ചിട്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് ബിഹേവിയറിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ബന്ദൂര ഡിസ്കസസ് ദ പേഴ്സണൽ ഡിറ്റർമിനൻസ് ഓഫ് ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് സെൽഫ് സിസ്റ്റം ആൻഡ് ദ ഇൻഡിവിജ്വൽ സെൽഫ് എഫിക്കസി. സോ നൗ വി ടേൺ ടു കൺസിഡറേഷൻ ഓഫ് ദീസ് കൺസെപ്റ്റ്സ്. സോ നമ്മളിപ്പോൾ എന്താണ് നോക്കിയിട്ടുള്ളത്, നമ്മൾ റെസിപ്രോക്കൽ ഡിറ്റർമിനൻസ് ആണ് നോക്കിയത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റത്തെ തിയറിയാണത്. സോ രണ്ടാമതാണ് സെൽഫ് സിസ്റ്റം. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സെൽഫ് സിസ്റ്റം എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് സെൽഫ് സിസ്റ്റം എന്ന് നോക്കാം. ഇറ്റ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ റെസിപ്രോക്കൽ ഡിറ്റർമിനിസം ദാറ്റ് ഓൾ ദ 3 സെഗ്മെന്റ്സ് ആർ മ്യൂച്വലി ഇൻട്രാക്റ്റീവ്. സോ നമുക്ക് മനസ്സിലായി റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത് 3 സെഗ്മെന്റുകളും മ്യൂച്വലി ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് മാത്രമാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. സോ നൗ ദ ക്വസ്റ്റ്യൻ അറൈസ് ദാറ്റ് ഡു ദേ ഹാവ് സം സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ബന്ദൂർ അതിന് ആൻസർ പറയുന്നുണ്ട്, അതെ, അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് സിസ്റ്റമാണ്. സെൽഫ് സിസ്റ്റമാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സോ ഇൻ സോഷ്യൽ ലേണിംഗ് തിയറി എ സെൽഫ് സിസ്റ്റം ഈസ് നോട്ട് എ സൈക്കിക് ഏജന്റ് ദാറ്റ് കൺട്രോൾസ് ബിഹേവിയർ. സോഷ്യൽ ലേണിംഗ് തിയറിക്കകത്ത് സെൽഫ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സൈക്കിക് ഏജന്റ് ഒന്നുമല്ല കൺട്രോൾ ബിഹേവിയർ. നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സൈക്കിക് ഏജന്റ് അല്ല സെൽഫ് സിസ്റ്റം ബന്ദൂരയുടെ കേസിൽ. സോ റാദർ ഇറ്റ് റെഫേഴ്സ് ടു കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് ദാറ്റ് പ്രൊവൈഡ് റെഫറൻസ് മെക്കാനിസം ടു സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഫോർ പെർസെപ്ഷൻ, ഇവാലുവേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ബിഹേവിയർ. സോ നമ്മുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്ന, ഇവാലുവേറ്റ് ചെയ്യുന്ന, അതുപോലെ നമ്മുടെ പെർസെപ്ഷൻ, അതിനെല്ലാം ഫങ്ഷൻസിനെ മെക്കാനിസംസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് എന്ത്, സെൽഫ് സിസ്റ്റം എന്നുള്ളതാണ് ബന്ദൂര പറയുന്നത്. ഓക്കെ, ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സെൽഫ് ജനറേറ്റഡ് ഇൻഫ്ലുവൻസ് സബ്സ്യൂംഡ് ഇൻ ദ self system is necessary for the explanation and prediction of human behavior. സോ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും സബ്സ്യൂം ചെയ്യുന്ന സെൽഫ് സിസ്റ്റംസ് എന്ന് പറയുന്നത് എന്തായാലും ആവശ്യം തന്നെയാണ് ഫോർ ദ എക്സ്പ്ലനേഷൻ ആൻഡ് പ്രഡിക്ഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. സോ നമ്മുടെ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ നമുക്ക് ആവശ്യമാണ് എന്ത്, സെൽഫ് സിസ്റ്റം. സോ നമുക്കൊരു കാര്യത്തെക്കുറിച്ച്, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ എന്താവശ്യമാണ്, സെൽഫ് സിസ്റ്റം ആവശ്യമാണ്. സോ അക്കോർഡിംഗ് ടു ബന്ദൂര ദ 3 component process involved in the self regulation of behavior through the activation of self prescribed contingencies. The 3 components involved in the self system are self-observation, judgment process and self-response. So ബന്ദൂര അക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് 3 കോമ്പണൻറ്റ് പ്രോസസ്സുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് സെൽഫ് റെഗുലേഷനിൽ, നമ്മുടെ ബിഹേവിയറിൽ. സോ 3 കോമ്പണൻറ്റ് ഇൻവോൾവ് ചെയ്യുന്ന സെൽഫ് സിസ്റ്റം എന്ന് പറയുന്നത് സെൽഫ് ഒബ്സർവേഷൻ, ജഡ്ജ്മെൻറ്റ് പ്രോസസ് ആൻഡ് സെൽഫ് റെസ്പോൺസ്. എന്താണ് സെൽഫ് ഒബ്സർവേഷൻ എന്ന് നോക്കാം. വി ലുക്ക് അറ്റ് അവർ സെൽഫ്സ്, അവർ ബിഹേവിയർ ആൻഡ് കീപ് ടാബ്സ് ഓൺ ഇറ്റ്. സോ നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അതിനുള്ള കൺസിഡറേഷൻസും അതിനെ എന്തൊക്കെ മാറ്റം
മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെയാണ് സെൽഫ് ഒബ്സർവേഷൻ എന്നുള്ളത്. ഇനി എന്താണ് ജഡ്ജ്മെൻറ്റ് എന്ന് നോക്കാം. വി കമ്പയർ വാട്ട് വി സീ വിത്ത് എ സ്റ്റാൻഡേർഡ്. സോ നമ്മളെ മറ്റൊരു സ്റ്റാൻഡേർഡുമായിട്ട് എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യുകയാണ്. നമ്മുടെ മുന്നിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, നമ്മൾ കാഴ്ചപ്പാടിനനുസരിച്ചൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. സോ നമ്മൾ അതിനെ നോക്കിയിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. കമ്പയർ വാട്ട് വി സീ വിത്ത് എ സ്റ്റാൻഡേർഡ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വി ക്യാൻ കമ്പയർ അവർ പെർഫോമൻസ് വിത്ത് ട്രഡീഷണൽ സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ ട്രഡീഷണൽ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മുടെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. സോ സച്ച് ആസ് റൂൾസ് ഓഫ് എറ്റിക്യൂട്ട് ആൻഡ് ഓർ വി ക്യാൻ ക്രിയേറ്റ് ആർബിട്രറി വൺസ് ലൈക്ക് ഐ വിൽ റീഡ് എ ബുക്ക് എ വീക്ക് ഓർ വി ക്യാൻ കമ്പീറ്റ് വിത്ത് അതേഴ്സ് ഓർ വിത്ത് അവർ സെൽസ്. സോ നമ്മളൊരു ആഴ്ചയിലൊരു ബുക്ക് വായിക്കാറുണ്ട്. അങ്ങനെയുള്ള നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യുകയാണ്. നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും നല്ലൊരാളാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മളും അതുപോലെ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസിഡറേഷനാണ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെൽഫ് റെസ്പോൺസ് എന്നുള്ളത് നോക്കാം. ഇഫ് യു ഡിഡ് വെൽ ഇൻ കമ്പാരിസൺ വിത്ത് യുവർ സ്റ്റാൻഡേർഡ് you give yourself rewarding self responses. സെൽഫ് റെസ്പോൺസ് എന്ന് പറയുന്നത്, സോ നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങളൊരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു കാര്യം വൃത്തിക്ക് തന്നെ ചെയ്തു. യു ഗിവ് യുവർ സെൽഫ് റിവാർഡിങ് സെൽഫ് റെസ്പോൺസസ്. സോ നിങ്ങൾക്ക് തന്നെ സെൽഫ് റിവാർഡിംഗ് ആയിട്ടുള്ളൊരു സെൽഫ് റെസ്പോൺസ് ആണ് നൽകുന്നത്. ഇഫ് യു ഡിഡ് പുവർലി, നിങ്ങൾ ചെയ്തത് വളരെ മോശമായിട്ടാണ് എന്നുണ്ടെങ്കിൽ യു ഗിവ് യുവർ സെൽഫ് പണിഷിങ് സെൽഫ് റെസ്പോൺസസ്. സോ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാണ്, സെൽഫ് പണിഷിംഗ് ആയിട്ടുള്ള സെൽഫ് റെസ്പോൺസ് ആണ് കൊടുക്കുക. സോ ഈ ഒരു സെൽഫ് റെസ്പോൺസുകൾ നിങ്ങൾ റേഞ്ച് ചെയ്യും ഫ്രം ദ ഒബ്വിയസ് ട്രീറ്റിംഗ് യുവർ സെൽഫ് ടു എ സൺഡേ ഓർ വർക്കിംഗ് ലേറ്റ്. നിങ്ങളുടെ സെൽഫ് റെസ്പോൺസ് നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിട്ടായിരിക്കും. ഓക്കെ, നിങ്ങളെ പുവറായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് അതിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യും, പഴിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊരു സെൽഫ് റെസ്പോൺസ് കൊടുക്കും. അതാണ് പറയുന്നത് ടു ദ മോർ കവേർഡ് ഫീലിങ്സ് ഓഫ് പ്രൈഡ് ഓർ ഷെയിം. നിങ്ങൾ ചിലപ്പോൾ പ്രൈഡ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഷെയിം ആയിട്ടായിരിക്കും, ഏതെങ്കിലും ഒരു രീതിയിലാണ് നമ്മൾ സെൽഫ് റെസ്പോൺസ് കൊടുക്കുക. ഓക്കെ, ഇനി എന്താണ് സെൽഫ് എഫിക്കസി എന്നുള്ളതാണ്. എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ സൈക്കോളജി ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് well with the self regulation is self efficacy. സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ് സൈക്കോളജിക്കകത്ത്. നമുക്കത് മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. സോ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫലപ്രാപ്തി എന്ന് പറയാം, സ്വയം ഫലപ്രാപ്തിയിൽ എത്തുക എന്നുള്ളതാണ് സെൽഫ് എഫിക്കസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഓവർ ദ ഇയേഴ്സ് യു ഫൈൻഡ് യുവർ സെൽഫ് മീറ്റിംഗ് യുവർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലൈഫ് ലോഡഡ് വിത്ത് സെൽഫ് പ്രൈസ് ആൻഡ് സെൽഫ് റിവാർഡ്, you will have a strong sense of self-efficacy. If, on the other hand, you find yourself forever failing to meet your standard and punishing yourself, you will have a poor sense of self-efficacy. Self-efficacy plays an important role in Bandura's theory of self-system. So, self-efficacy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫലപ്രാപ്തി തന്നെയാണ്. സോ നിങ്ങൾ ഓവർ ദി ഇയേഴ്സിൽ നിങ്ങളുടെ സെൽഫിനെ മനസ്സിലാക്കുകയും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോവുകയും നിങ്ങളെ സെൽഫ് പ്രൈസ് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾ റിവാർഡ് ഒരുപാട് നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഉള്ള ഒരാളാണ് എന്നുള്ളതാണ് അർത്ഥം. ഇനി അതല്ല, നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിലും ഫെയിൽ ആയിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാണ്, നിങ്ങളെ പണിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ യു ഹാവ് എ പുവർ സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി. നിങ്ങളുടെ സെൽഫ് എഫിക്കസി വളരെ പുവർ ആണ് എന്നുള്ളതാണ്. നിങ്ങളൊരു ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. സോ സെൽഫ് എഫിക്കസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ ആണ് ബന്ദൂരയുടെ തിയറിയിൽ ചെയ്യുന്നത്, സെൽഫ് സിസ്റ്റത്തിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, സോ ബന്ദൂരയുടെ അക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത് ബിലീവ് ഇൻ വൺസ് കാബിലിറ്റീസ് ടു ഓർഗനൈസ് ആൻഡ് എക്സിക്യൂട്ട് ദ കോഴ്സ് ഓഫ് ആക്ഷൻ റിക്വയർഡ് ടു മാനേജ് പ്രോസ്പെക്റ്റീവ് സിറ്റുവേഷൻ. അതായത് നമ്മളൊരു സിറ്റുവേഷനകത്ത് ആ സിറ്റുവേഷന് എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. ഓക്കെ, ബന്ദൂര അതാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, സെൽഫ് എഫിക്കസി ഈസ് എ പേഴ്സൺസ് ബിലീഫ് ഇൻ ഹിസ് ഓർ ഹെർ എബിലിറ്റി ടു സക്സീഡ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനകത്ത് നമ്മൾ സക്സീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, അവരുടെ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത് എന്താണ്, അവരുടെ വിശ്വാസമാണ് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വിജയിക്കുക എന്നുള്ളത്. സോ അതിനെയാണ് ബന്ദൂര പറയുന്നത് സെൽഫ് എഫിക്കസി എന്നുള്ളത്. സോ ബന്ദൂരാസ് ഡിസ്ക്രൈബ് ദീസ് ബിലീവ്സ് ആസ് ഡിറ്റർമിനൻസ് ഓഫ് ഹൗ പീപ്പിൾ തിങ്ക്, ബിഹേവ് ആൻഡ് ഫീൽ. ബന്ദൂര അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബിലീവ്സ് ആസ് ഡിറ്റർമിനൻസ് ഓഫ് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ സിൻസ് ബന്ദൂര പബ്ലിഷ്ഡ് ഹിസ് സെമിനൽ പേപ്പർ സെൽഫ് എഫിക്കസി ടുവേർഡ്സ് എ യൂണിഫൈങ് തിയറി ഓഫ് ബിഹേവിയറൽ ചേഞ്ച്, ദ സബ്ജക്ട് ഹാസ് ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റഡിഡ് ടോപ്പിക്സ് ഇൻ സൈക്കോളജി. സോ അദ്ദേഹം എഴുതിയ ടുവേർഡ്സ് എ യൂണിഫൈങ് തിയറി ഓഫ് ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് മാറി സൈക്കോളജിക്കകത്ത്. വൈ ഹാസ് സെൽഫ് എഫിക്കസി ബിക്കം എ സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അമംഗ് ദ സൈക്കോളജിസ്റ്റ് ആൻഡ്
educators. As Bandura's other researchers have demonstrated, self-efficacy can have an impact on everything from psychological states to behavior to motivation. So behavior നിന്ന് മോട്ടിവേഷനിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നതാണ് എന്ത് സെൽഫ് എഫിക്കസി എന്നുള്ളതാണ് ബന്ദൂര പറയുന്നത്. എന്താണ് റോൾ ഓഫ് സെൽഫ് എഫിക്കസി എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. Virtually all the people can identify goals they want to accomplish, things they would like to change and things they would like to achieve. However, most people also realize that putting these plans into action is not quite so simple. സോ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആക്ഷനിലേക്ക് എത്തിക്കുക, ഒരു പ്ലാൻ ഒരു ആക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് സിമ്പിൾ അല്ല എന്നുള്ളതാണ്. ബന്ദൂര ആൻഡ് അതേഴ്സ് ഹാവ് ഫൗണ്ട് ദാറ്റ് ദ ഇൻഡിവിജ്വൽ സെൽഫ് എഫിക്കസി പ്ലേസ് എ മേജർ റോൾ ഇൻ ദ ഹൗ ഗോൾസ് ടാസ്ക് ആൻഡ് ചാലഞ്ചസ് ആർ അപ്രോച്ച്ഡ്. സോ ഒരു ടാസ്കോ അല്ലെങ്കിൽ ഒരു ഗോളോ ഒരു ചാലഞ്ചസോ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് എഫിക്കസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേ ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സോ പീപ്പിൾ വിത്ത് എ സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു വ്യക്തിക്ക് സെൽഫ് എഫിക്കസി വളരെ സ്ട്രോങ് ആണ് എന്ന് പറയണമെങ്കിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. 4 പോയിന്റുകളാണ് പറയുന്നത്. ദേ വ്യൂ ചാലഞ്ചിങ് പ്രോബ്ലംസ് ആസ് ടാസ്ക് ടു ബി മാസ്റ്റേർഡ്. സോ അവരവരുടെ ചാലഞ്ചുകളെയും പ്രോബ്ലംസിനെയും എല്ലാം കാണുന്നത് വളരെ മാസ്റ്റർ ആയിട്ടായിരിക്കും. സോ ദേ ഡെവലപ്പ് ഡീപ്പർ ഇൻട്രസ്റ്റ്സ് ഇൻ ദ ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ദേ പാർട്ടിസിപ്പേറ്റ്. സോ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും വളരെ ഡീപ്പർ ഇൻട്രസ്റ്റ് ആണ് അവർ കൊടുക്കുക, വളരെ ആഴത്തിലുള്ള താല്പര്യമാണ് അവർ കാണിക്കുക. സോ ദേ ഫോം എ സ്ട്രോങ്ങർ സെൻസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ടു ദെയർ ഇൻട്രസ്റ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. സോ അവർ സ്ട്രോങ് സെൻസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് വളരെ താല്പര്യത്തോട് കൂടിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് അവർ എന്ത് ചെയ്യുക ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് കൊടുക്കാം. സോ ദേ റിക്കവർ ക്വിക്ക്ലി ഫ്രം സെറ്റ് ബാക്സ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്. സോ അവർ പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് റിക്കവർ ആവും. ഡിസപ്പോയിൻമെൻറ്റിൽ നിന്നും അവരുടെ സങ്കടങ്ങളിൽ നിന്നും ടെൻഷനിൽ നിന്നൊക്കെ അവർ പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. ഓൺ ദ അതർ ഹാൻഡ് പീപ്പിൾ വിത്ത് എ വീക്ക് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഷോ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി വീക്ക് ആയിട്ടുള്ള സെൽഫ് എഫിക്കസി ആണുള്ളത് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. 4 പോയിന്റുകളാണ് പറയുന്നത്. ദേ അവോയ്ഡ് ചാലഞ്ചിങ് ടാസ്ക്സ്. അവരെപ്പോഴും ടാസ്ക്സ് എല്ലാം എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്സ് ഒന്നും അവർ ഏറ്റെടുക്കുകയില്ല. സോ ദേ ബിലീവ് ദാറ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്സ് ആൻഡ് സിറ്റുവേഷൻസ് ആർ ബിയോണ്ട് ദിയർ കാപ്പബിലിറ്റീസ്. അവരുടെ കഴിവുകൾക്കെല്ലാം താഴെയാണ് അവരുടെ ആ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്സ് എല്ലാം അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ബിലീവ് ആയിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ടാവുക. സോ അവരുടെ കാപ്പബിലിറ്റി എപ്പോഴും കുറവാണ്. അവരുടെ വിശ്വാസം എപ്പോഴും എന്താണ്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിശ്വാസമുള്ളവരായിരിക്കും. ഓക്കെ, ദേ ഫോക്കസ് ഓൺ പേഴ്സണൽ ഫെയിലിങ്സ് ആൻഡ് നെഗറ്റീവ് ഔട്ട്കംസ്. സോ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഫെയിലിങ്സിലേക്കായിരിക്കും അവരുടെ കൂടുതൽ ചിന്തകൾ പോകുന്നത്. എപ്പോഴും അവർ ഫെയിൽ ആവോ എന്നുള്ള ടെൻഷനിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നെഗറ്റീവ് ഔട്ട്കംസിലേക്കായിരിക്കും അവരുടെ ഫോക്കസ് എപ്പോഴും പോകുന്നത്. ഓക്കെ, ദേ ക്വിക്ക്ലി ലോസ് കോൺഫിഡൻസ് ഇൻ പേഴ്സണൽ എബിലിറ്റീസ്. അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അവരുടെ കോൺഫിഡൻസ് ലോസ് ചെയ്യും. അവരുടെ പേഴ്സണൽ എബിലിറ്റീസ് എല്ലാം അവരെന്ത് ചെയ്യും, കോൺഫിഡൻസ് ലോസ് ചെയ്തിട്ട് അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, എല്ലാത്തിനും ഗിവപ്പ് ചെയ്യും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. സോ സെൽഫ് എഫിക്കസി കൂടിയവരും കുറഞ്ഞവരും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസി എന്നുള്ളതാണ് അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ഡസ് സെൽഫ് എഫിക്കസി ഡെവലപ്പ്? എങ്ങനെയാണ് സെൽഫ് എഫിക്കസി ഉണ്ടാകുന്നത്? ദീസ് ബിലീവ്സ് ബിഗിൻ ടു ഫോം ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആസ് ചിൽഡ്രൻ ഡീൽസ് വിത്ത് എ വൈഡ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ്, ടാസ്ക്സ് ആൻഡ് സിറ്റുവേഷൻസ്. ഹൗവർ ദ ഗ്രോത്ത് ഓഫ് സെൽഫ് എഫിക്കസി ഡസ് നോട്ട് എൻഡ് ഡ്യൂറിംഗ് യൂത്ത് ബട്ട് കണ്ടിന്യൂസ് ടു ഇവോൾവ് ത്രൂ ഔട്ട് ലൈഫ് ആസ് പീപ്പിൾ അക്വയർ ന്യൂ സ്കിൽസ്, എക്സ്പീരിയൻസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സോ ഈ ഒരു സെൽഫ് എഫിക്കസി സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുട്ടിക്കാലത്ത് തന്നെയാണ്. അത് വൈൽഡ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസുകളിലൂടെയാണ്. അവരുടെ ടാസ്കുകൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പോകുന്ന സിറ്റുവേഷൻസ്, ഇതെല്ലാം അവരുടെ സെൽഫ് എഫിക്കസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. സോ അവരുടെ സെൽഫ് എഫിക്കസി എപ്പോഴാണ് ഗ്രോത്ത് ആകുന്നത്? അതവരുടെ യൂത്തിൽ മാത്രം നിൽക്കുന്നതല്ല, അവരുടെ ത്രൂ ഔട്ട് ലൈഫിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അത് നിൽക്കുന്നുണ്ട്. പുതിയ സ്കിൽസ് അവർ പഠിക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവർ മനസ്സിലാക്കുന്നതനുസരിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് മാറുന്നുണ്ട്. അക്കോർഡിംഗ് ടു ബന്ദൂര ദർ ആർ 4 മേജർ സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസി. പ്രധാനമായിട്ടും 4 മേജർ സോഴ്സുകളാണ് സെൽഫ് എഫിക്കസിക്കുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാസ്റ്ററി എക്സ്പീരിയൻസസ്. So the most effective way of developing strong sense of self-efficacy is through mastery experiences. അതായത് എപ്പോഴും നമ്മളൊരു സ്ട്രെങ്തൻ ആയിട്ടുള്ള സക്സസ്ഫുള്ളി ആണ് നമ്മുടെ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് നമ്മുടെ സെൽഫ് എഫിക്കസി കൂടാനുള്ള കാരണമാകും. ചിലപ്പോൾ നമ്മൾ എല്ലാത്തിലും ഫെയിലായിട്ടാണ്, അല്ലെങ്കിൽ അഡിക്വേറ്റ്ലി നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ ചാലഞ്ചസും നമുക്ക് എപ്പോഴും വീക്കനാണ് ചെയ്യുക, അതായത് ഫെയിലിംഗ് ചെയ്യുകയാണ് കൂടുതലായിട്ടും എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് എഫിക്കസി ഫെയിൽ ആവാനാണ് ചാൻസ്, അതായത് സെൽഫ് എഫിക്കസി കുറയാനാണ് ചാൻസ്. ഓക്കെ, അതാണ് മാസ്റ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് സോഷ്യൽ മോഡലിംഗ്.
Witnessing other people successfully completing a task is another important source of self-efficacy. സോഷ്യൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിറ്റ്നസ് ആവുകയാണ്. ചില ആളുകൾ സക്സസ്ഫുൾ ആവുക നമ്മൾ കാണുകയാണ്, മുന്നിൽ കാണുന്നത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സെൽഫ് എഫിക്കസി കൂടാനുള്ള ഒരു കാരണമാണ്. അക്കോർഡിംഗ് ടു ബന്ദുര, വെൻ എ പേഴ്സൺ സീസ് അനദർ പേഴ്സൺസ് ഓർ പേഴ്സൺ സിമിലർ ടു വൺ സെൽഫ് സക്സീഡിംഗ് ബൈ വൺസ് സസ്റ്റൈൻഡ് എഫേർട്സ് മേക്സ് ദ പേഴ്സൺ റൈസ് ആൻഡ് ബിലീവ് ദാറ്റ് ദേ ടു പോസസ് ദ കാപ്പബിലിറ്റീസ് ദാറ്റ് കുഡ് ഹെൽപ്പ് ദം മാസ്റ്റർ കമ്പാരബിൾ ആക്ടിവിറ്റീസ് ആൻഡ് സക്സീഡ്. സോ അത് കാണുന്ന സമയത്ത് അവർക്ക് തോന്നുകയാണ് അതുപോലെ നമുക്കും ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കും എന്ത് ചെയ്യാം, സക്സീഡ് ആവാം എന്നുള്ള ആ ഒരു ബോധം അവർക്ക് വരികയാണ്. അവർ വിറ്റ്നസ് ആവുന്ന സമയത്ത് അവർക്ക് സംഭവിക്കുകയാണ്. സോ അതാണ് സോഷ്യൽ മോഡലിംഗ്. ഇനി മൂന്നാമതാണ് സോഷ്യൽ പെർസ്വേഷൻ. സോ ബന്ദൂര ആൾസോ അസേർട്ടഡ് ദാറ്റ് പീപ്പിൾ കുഡ് ബി പെർസ്വേഡ് ടു ദ ബിലീവ് ദാറ്റ് ദേ ഹാവ് ദ സ്കിൽസ് ആൻഡ് കാപ്പബിലിറ്റീസ് ടു സക്സീഡ്. സോ അവർക്ക് കാപ്പബിലിറ്റീസ് ഉണ്ട് സക്സീഡ് ആവാനുള്ള എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരികയാണ്. സോ അവർ കൺസിഡർ ചെയ്യുകയാണ്, എ ടൈം വെൻ എ സംവൺ സെറ്റ് സംതിങ് പോസിറ്റീവ് ആൻഡ് എൻകറേജിങ് ദാറ്റ് ഹെൽപ്ഡ് യു അച്ചീവ് എ ഗോൾ. ഗെറ്റിംഗ് വെർബൽ എൻകറേജ്മെൻറ്റ് ഫ്രം അതേഴ്സ് ഹെൽപ്പ് പീപ്പിൾ ഓവർകം സെൽഫ് ഡൗട്ട് ആൻഡ് ഇൻസ്റ്റെഡ് ഫോക്കസ് ഓൺ ഗിവിംഗ് ദെയർ ബെസ്റ്റ് എഫേർട്ട് ടു ദ ടാസ്ക് അറ്റ് ഹാൻഡ്. സോ മറ്റുള്ള ആളുകൾ നമ്മളോട് പറയാണ് നിനക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റും, അവരുടെ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ സോ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവർക്ക് അതിനുള്ള ഒരു അച്ചീവ്മെൻറ്റിലേക്കുള്ള ആ ഒരു എൻകറേജ്മെൻറ്റ് എന്ത് ചെയ്യാണ്, ഒരു വാക്കിലൂടെ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന സമയത്ത് അവർ എൻകറേജ്മെൻറ്റ് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സെൽഫ് എഫിക്കസി ഇമ്പ്രൂവ് ചെയ്യാൻ അത് കാരണമാകും. സോ അടുത്തതാണ് സൈക്കോളജിക്കൽ റെസ്പോൺസസ്. Our own responses and emotional reactions to situations also play an important role in the self-efficacy. So നമ്മുടേതായിട്ട് റെസ്പോൺസുകളും അതുപോലെ ഇമോഷണൽ റിയാക്ഷൻസും എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൽഫ് എഫിക്കസിയിൽ കാരണമാകുന്നുണ്ട്. നമ്മുടെ മൂഡ്സ്, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്സ്, നമ്മുടെ ഫിസിക്കൽ റിയാക്ഷൻസ്, നമ്മുടെ സ്ട്രെസ് ലെവൽസ്, സോ ഇതെല്ലാം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ്, അവരുടെ പേഴ്സണൽ എബിലിറ്റീസ്, ഇതെല്ലാം ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി തരും. സോ നമ്മുടെ കഴിവില്ലായ്മയെ മനസ്സിലാക്കി തരും. സോ നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ സെൽഫ് എഫിക്കസിനെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം മറിക്കുന്നുണ്ട്. എ പേഴ്സൺ ഹൂ ബിക്കംസ് എക്സ്ട്രീംലി നെർവസ് ബിഫോർ സ്പീക്കിംഗ് ഇൻ public may develop a weak sense of self-efficacy in this situation. So ഒരു പേഴ്സൺ എക്സ്ട്രീംലി നെർവസ് ആവും, അതായത് ആദ്യമായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും, ബിഫോർ സ്പീക്കിംഗ് ഇൻ പബ്ലിക് മേ ഡെവലപ്പ് എ വീക്ക് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഇൻ ദിസ് സിറ്റുവേഷൻ. സോ ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് വീക്കായിട്ടുള്ള സെൽഫ് എഫിക്കസി കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കാത്തൊരു വ്യക്തി ആദ്യമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അവർക്കൊരു വീക്കായിട്ടുള്ള സെൽഫ് എഫിക്കസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അവർക്കൊരു കഴിവുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ സെൽഫ് എഫിക്കസി കൂടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അവർക്ക് അവരുടെ കഴിവുകൾ മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ 4 സോഴ്സാണ് പറഞ്ഞത്: മാസ്റ്റർ എക്സ്പീരിയൻസസ്, സോഷ്യൽ മോഡലിംഗ്, സോഷ്യൽ പെർസ്വേഷൻ ആൻഡ് സൈക്കോളജിക്കൽ റെസ്പോൺസസ്. സോ ഈ 4 നമ്മുടെ സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് ഡിസ്കസ് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ആവുകയാണ്. ഓക്കെ.